എന്തൊരു ചൂടല്ലേ. ഗെയിംസിലേക്ക് സ്വാഗതം. നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് നിയന്ത്രിക്കപ്പെട്ടാണ് ശരീരം നമ്മളെ കാത്തു സംരക്ഷിക്കുന്നത്. അന്തരീക്ഷോഷ്മാവുമായിട്ട് കമ്പാരിറ്റീവ്ലി അല്പം ഉയർന്നതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ചൂട്. 37 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ചൂടിങ്ങനെ നിയന്ത്രിച്ച് നിർത്തുന്നതിന് ഹൈപ്പോതലാമസ് കൃത്യമായി എല്ലാ സമയത്തും നമ്മുടെ ശരീരത്തിന് മെസ്സേജുകൾ കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് കൂടുന്ന ഒരു അടയാളമായിട്ടാണ് പലപ്പോഴും പനിയെ നമ്മൾ കണ്ടുമുട്ടുന്നത്, പരിചയപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് നമുക്കറിയാം 37 ഡിഗ്രിയാണ്. അത് 38 ഡിഗ്രി സെൽഷ്യസ് ആയാൽ അല്ലെങ്കിൽ 100 ഡിഗ്രി ഫാരൻഹീറ്റ് ആയാൽ നമുക്ക് ഫീവർ ആയി എന്ന് നമ്മൾ മനസ്സിലാക്കാറുണ്ട്. അങ്ങനെ 100 ഡിഗ്രി നമ്മൾ ചൂടായി എന്നൊരു തെർമോമീറ്ററിൽ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ശരീരത്തിനെ ആക്രമിച്ച ഏതോ ഒരു ബാക്ടീരിയ, വൈറസ് അല്ലെങ്കിൽ ഏതെങ്കിലും അത്തരത്തിലുള്ള പാത്തോജൻസുമായിട്ട് പ്രതിപ്രവർത്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ സ്റ്റാർട്ട് ചെയ്യാനൊരുങ്ങുന്ന മറ്റൊരു അസുഖത്തിനെതിരെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയധികം എക്സസ് എനർജി പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ എക്സസ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നത്. അത്തരത്തിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ എനർജി ഒരു 1 ഡിഗ്രി സെൽഷ്യസ് കൂടിയ 38 അല്ലെങ്കിൽ 100 ഡിഗ്രി ആയതുകൊണ്ട് നമുക്കങ്ങനെ ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. പലപ്പോഴും ഒരു ഫീവർ തുടങ്ങുന്ന കാലഘട്ടത്തിൽ എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത് എന്ന് നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഏകദേശം ഒരു സേഫ് സോൺ എന്നൊക്കെ പറഞ്ഞ ഒരു 103 ഡിഗ്രി ഫാരൻഹീറ്റൊക്കെ ചൂടായി അത് നിലനിൽക്കുന്ന. ഹെഡേക്ക് ഉണ്ട് സ്ഥിരമായിട്ട്, നെക്ക് സ്റ്റിഫ്നെസ് ഉണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സൈഡിൽ അധികമായിട്ടുള്ള സിംറ്റംസും കൂടെ ഒക്കെ കണ്ടു തുടങ്ങിയാണ് 2-3 ദിവസം കൊണ്ട് ഇവിടെ ടെമ്പറേച്ചർ വന്നങ്ങ് പോയില്ല. അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുകയും ഒരു ഡോക്ടറുടെ ക്ലിനിക്കൽ അറ്റൻഷൻ്റെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഞാനീ പറഞ്ഞത് ഒരു ഇൻഫൻസിനെ കുറിച്ചല്ല, ഒരു 3 മാസം വരെയൊക്കെ പ്രായമുള്ള കുട്ടികളുടെ ടെമ്പറേച്ചർ വേരിയേഷൻ വളരെ ശ്രദ്ധയോടെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഒരു നമ്മുടെ കൺസൾട്ടൻറ്റുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട മാറ്ററാണ്. അതുപോലെ വളരെയധികം പ്രായം ചെന്നവരുടെ കാര്യത്തിലും മറ്റ് അസുഖങ്ങളാൽ സഫർ ചെയ്യുകയും മെഡിക്കേഷൻ എടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവർക്ക് പലർക്കും ഈ ടെമ്പറേച്ചർ കൂടുന്നത് മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് ആയിരിക്കാം. അപ്പം സ്വാഭാവികമായും ആരോഗ്യത്തോടെ ജീവിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ടെമ്പറേച്ചർ ഒന്ന് കൂടിയാൽ നമ്മുടെ ശരീരം പ്രതിപ്രവർത്തിക്കുമ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന എനർജിയുടെ ഇൻക്രീസ് മാത്രമാണത്. എന്നാൽ അത് നിലനിൽക്കുകയും 103 ഡിഗ്രി അതിന് മുകളിൽ എത്തുകയും ചെയ്താൽ ഒരു മെഡിക്കൽ അറ്റൻഷൻ ആവശ്യമാണ്. ഗ്രേപ്സ് ഉപയോഗിക്കുന്ന ഹോസ്പിറ്റലെല്ലാം തന്നെ ജി ഹെൽത്ത് എന്ന് പറഞ്ഞ പേഷ്യൻ്റ് പോർട്ടൽ മൊബൈൽ ആപ്ലിക്കേഷനായിട്ട് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. നമ്മൾ പോകുന്ന ഹോസ്പിറ്റലിൽ ഗ്രേപ്സ് ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ്, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിൻ്റെ പേരൊന്ന് അന്വേഷിച്ചേക്കാം. നമ്മൾ പോകുന്ന ഹോസ്പിറ്റൽ അത് ഗ്രേപ്സ് ആണെങ്കിൽ നമുക്ക് ജി ഹെൽത്ത് എന്ന് പറഞ്ഞ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. കാരണം ഗ്രേപ്സ് ഉപയോഗിക്കുന്ന ഹോസ്പിറ്റലുകളിൽ ഇലക്ട്രോണിക് ഫയൽ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. വളരെ ട്രാൻസ്പെറൻ്റ് ആണ്, ആക്യുറേറ്റ് ആണ്, ഇൻഫർമേഷൻസ് വളരെ കൃത്യമായും നമ്മുടെ കയ്യിലെത്തുന്ന സംവിധാനമാണ്. ഹോസ്പിറ്റലിലെ ഒരു എക്സ്റ്റൻഡഡ് ഫയൽ സിസ്റ്റമാണ് ഈ ജി ഹെൽത്തിൽ കൂടെ നമ്മുടെ കയ്യിലിരിക്കുന്നത്. ലാബ് റിസൾട്ടുകൾ പേപ്പറിൽ സൂക്ഷിക്കേണ്ട, നമുക്ക് ഡിസ്ചാർജ് സമ്മറികൾ കയ്യിൽ സൂക്ഷിക്കേണ്ട, നമ്മുടെ മെഡിക്കേഷൻസിൻ്റെ ഇൻഫർമേഷൻസ് കൃത്യമായിട്ടുണ്ട്. നമ്മൾ എല്ലാ ദിവസവും കഴിക്കേണ്ട സമയത്ത് അത് അലർട്ട് ചെയ്ത് ഓർമ്മപ്പെടുത്തുന്നുണ്ടാവും. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഫയൽ എക്സ്റ്റൻഷൻ സിസ്റ്റമാണിത് പേഷ്യൻ്റ് പോർട്ടലായിട്ട് ഉപയോഗിക്കുന്ന ജി ഹെൽത്ത്. അതിലേക്ക് കയറിയിട്ട് ഒരു ഫിസിഷ്യനെ നമുക്ക് അവിടെ സ്ലോട്ട് ബുക്ക് ചെയ്യാം. പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ അവിടെ വലിയ തിരക്കുണ്ടാവും റിസപ്ഷനിൽ. ഈ പനിയുടെ സീസണൊക്കെ ആകുമ്പോൾ അവിടെ നമുക്കുണ്ടായിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ ആയിരിക്കും. പല വിധത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉള്ള മനുഷ്യർ അവിടെ എത്തുന്നുണ്ടാവും. നമുക്ക് ഒരു പ്രശ്നത്തിനെതിരെ നമ്മുടെ ശരീരം അറ്റാക്ക് ചെയ്ത് അതിനെ ശരിപ്പെടുത്തുന്നതല്ലേ കുറച്ചുകൂടെ എളുപ്പം. കണ്ട എല്ലാ പ്രശ്നങ്ങളിലും പോയി തല വയ്ക്കാതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ക്യൂ ഒഴിവാക്കാനായിട്ട് ജി ഹെൽത്ത് എന്ന് പറഞ്ഞ ആപ്പിൽ കൂടെ നമുക്ക് അപ്പോയിൻമെൻറ്റ്സ് എടുത്തിട്ട് ആ സ്ലോട്ട് ടൈമിൽ മാത്രം ഡോക്ടർ ഒ പിയിലേക്ക് ചെന്ന് ഡോക്ടറെ കണ്ടു പോരാനുള്ള സംവിധാനം അവിടെ നമുക്ക് ജി ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
പേഷ്യൻ്റ് പോർട്ടൽ ഫീവറിന് വേണ്ടിയിട്ട്, ഫീവർ ക്ലിനിക്കുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടും നമ്മുടെ കുഞ്ഞു മക്കളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോഴും വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു ഫീവർ സീസണിൽ നമുക്ക് ഡോക്ടേഴ്സ് മരുന്ന് തന്നത് നമ്മൾ റിപ്പീറ്റ് ചെയ്യരുത്. കാരണം ഇത് ആപ്പിലുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നേരത്തെ തന്ന തുണ്ടിരിപ്പുണ്ട്. കാരണം പനി എന്ന് പറഞ്ഞത് അതിൽ തന്നെ ഒരു രോഗമല്ല. അത് പുറത്ത് കാണുന്ന ഈ ഫീവർ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് കാണുന്ന ഒരു സിംറ്റമാണ്. ഏതോ ഒരു തരം ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് അല്ലെങ്കിൽ മറ്റേതോ ഒരു അസുഖത്തിനെതിരെ നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നതിൻ്റെ അടയാളമാണ്. ലാബ് ഇൻവെസ്റ്റിഗേഷനിൽ കൂടെയും മറ്റും നമ്മുടെ ഡോക്ടർ നമുക്ക് എന്താണ് പ്രശ്നമെന്ന് കണ്ടിട്ട് ആ പ്രശ്നത്തെ പരിഹരിക്കാനാണ് മരുന്ന് തന്നിട്ടുള്ളത്. എല്ലാ തവണയും നമുക്ക് ഫീവർ വരുന്നത് ഒരേ പ്രശ്നം കാരണമായിരിക്കണമെന്നില്ലെന്ന് സാരം. അപ്പോൾ പനി തന്നെ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ വരും. അത് തന്നെ മാറ്റാൻ സ്വാഭാവികമായിട്ടും ശരീരത്തിന് കഴിവുണ്ട്. കാരണം അത് ശരീരത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി എനർജി ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഇൻഡിക്കേറ്ററാണ്. എന്നാൽ നമ്മുടെ ശരീരത്തിന് ആ വന്നു കയറിയ പ്രശ്നത്തോട് പ്രതികരിച്ച് മല്ലിട്ട് വിജയിക്കാൻ കഴിയാതെ വരുമ്പോൾ എക്സ്റ്റേണൽ സപ്പോർട്ട് ആവശ്യമാണ്. അവിടെ ആ സപ്പോർട്ട് എടുക്കാൻ നമ്മളുടെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിൻ്റെ എക്സ്റ്റൻഷൻ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ലിങ്ക്ഡ് ആയിട്ടുള്ള ജി ഹെൽത്ത് എന്ന് പറഞ്ഞ പേഷ്യൻ്റ് പോർട്ടൽ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി ജി ഹെൽത്ത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഈ ഫീവർ സീസൺ നമുക്ക് സേഫ് ആയിരിക്കാനായിട്ട് യൂസ് ചെയ്യാം.